വീണ്ടും പത്തനംതിട്ടയിലേക്ക് തന്നെയാണ്. അവിടെ പയ്യനാമണ്ണിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7 മണിയോട് അടുപ്പിച്ച് രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ജീവൻ കൂടി അവിടെ നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ട്. ബീഹാർ സ്വദേശിയായ അജയ് ഇപ്പോഴും ആ പാറക്കഷ്ണങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അഭിലാൽ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടൊരു അരമണിക്കൂറിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ മുകൾ ഭാഗത്തായിരിക്കും അഭിലാൽ നിൽക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവിടെ നിന്ന് കാണുമ്പോൾ ഈ അപകടത്തിൽപ്പെട്ട അത് കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തിന് നേരെ എതിർദിശയിലുള്ള ഭാഗത്താണ് ക്യാമറ ഉള്ളത്. ഇവിടെ നിന്നുള്ള കൃത്യമായ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താനും അത് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനും കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിബന്ധമായി നിന്നത്, അല്ലെങ്കിൽ വേഗത്തിൽ കാര്യങ്ങളിലേക്ക് അടുക്കാതിരിക്കുന്നതിന് തടസ്സമായി നിന്നത് ഒരു വലിയ പാറക്കഷ്ണമായിരുന്നു. അത് നേരിട്ട് ഇളക്കാനുള്ള ശ്രമമാണ് ആദ്യം ഉണ്ടായതെങ്കിൽ അത് അസാധ്യമായിരുന്നു. അതിന് ചുറ്റുപാടുമുള്ള ചെറിയ പാറക്കഷ്ണങ്ങൾ നീക്കിയ ശേഷം നടത്തിയ ശ്രമത്തിൽ ആ വലിയ പാറയുടെ കഷ്ണത്തിന് നേരിയ അനക്കം തട്ടിയിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ അത് താഴേക്ക് മറിച്ചിടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന്റെ താഴ്വശത്ത് ഉണ്ട് എന്നാണ് കരുതുന്നത്. അതായത് ഈ അപകടത്തിൽപ്പെട്ട ബുൾഡോസറിന്റെ ഡ്രൈവർ ക്യാബിൻ അതിന്റെ താഴ്വശത്ത് ആണ് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഏതാനും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പാറക്കഷ്ണം താഴേക്ക് മറിച്ചിട്ട ശേഷം കുറച്ചുകൂടി ഭാഗത്തെ പാറക്കഷ്ണങ്ങൾ മാറ്റിയാൽ ഇറങ്ങി പരിശോധനയിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങളുടെ കൃത്യമായ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് അടർന്നു വീണിട്ടുള്ളത്. ആ ലോങ് ബൂം എക്സ്കവേറ്റർ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നമുക്ക് അവിടെ ഒരു ഡ്രോൺ പറക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഡ്രൈവർ ക്യാബിൻ ഈ പാറക്കഷ്ണങ്ങൾ മാറ്റുമ്പോൾ ആ എക്സ്കവേറ്ററിന്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് വിസിബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഡ്രൈവർ ക്യാബിൻ കാണാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇടതുവശത്തായിട്ടാണ് ഡ്രൈവേഴ്സ് ക്യാബിൻ ഉള്ളത്. അതിനകത്ത് ബീഹാർ സ്വദേശിയായ അജയ് റായ് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനനുസരിച്ചാണ് ആ ആക്ഷൻ പ്ലാനുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപകടം നടന്ന് ഇത്രയും മണിക്കൂറുകൾ, ഒരു പകലും ഒരു രാത്രിയും അടുത്ത പകലും പിന്നിടുകയാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കും രാഷ്ട്രീയ പ്രതിനിധികൾക്കുമൊക്കെ വലിയ പരാതികളുണ്ട്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഈ നിമിഷം സജീവമായി തന്നെ, ഊർജിതമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അരമണിക്കൂറിനടുത്താകുന്നു ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിച്ചിട്ട്. അപ്പോൾ ആ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്റർ കൂടുതൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് ഇറങ്ങി ഒരു പക്ഷേ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ, അഭിലാൽ, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന് ഈ എക്സ്കവേറ്ററിന്റെ മുകളിലുണ്ടായിരുന്ന വലിയ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ നീക്കി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പാറക്കഷ്ണങ്ങളിൽ ഒന്ന് സൈഡിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ആ സ്ഥാനത്ത് തന്നെ, അതായത് നീക്കം ചെയ്യപ്പെട്ട വലിയ പാറയുടെ സ്ഥാനത്ത് തന്നെ വീണ്ടും ആ ഭാഗത്തു നിന്നുള്ള കൂടുതൽ പാറയുടെ കഷ്ണങ്ങൾ നീക്കാനുള്ള ശ്രമമാണുള്ളത്. അതിന് അടിവശത്താണ് എക്സ്കവേറ്ററിന്റെ ഡ്രൈവർ ക്യാബിൻ ഉള്ളത്. അപ്പം ഡ്രൈവർ ക്യാബിനോട് ചേർന്ന ഭാഗത്തെ പരമാവധി പാറക്കഷ്ണങ്ങൾ നീക്കിയ ശേഷം നേരിട്ടുള്ള പരിശോധനയിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയാണുള്ളത്. പരമാവധി വിസിബിൾ ആകുന്നു എന്ന പക്ഷമായിരിക്കും ദൗത്യ സംഘാംഗങ്ങൾ കയറിൽ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചേരുക. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന എക്സ്കവേറ്ററിന്റെ ഭാഗത്തെ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനോട് അനുബന്ധമായി തന്നെ നിരവധി ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അസ്ക ലൈറ്റ് അടക്കം പ്രകാശം ചൊരിയുന്നതിനായുള്ള സംവിധാനം നേരത്തെ തന്നെ സ്ഥലത്ത് തയ്യാറാക്കിയിരുന്നു. ഈ എക്സ്കവേറ്ററിനോട് ചേർന്ന് തന്നെയാണ് NDRFന്റെയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെയും അടക്കം 34 അംഗ സംഘാംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ അപകട സ്ഥലത്തോട് ചേർന്ന ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പ്രദേശവാസികളും മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ നേരെ എതിർദിശയിൽ ഏറെക്കുറെ ഒരു 300 മുതൽ 400 മീറ്റർ വരെ അകലമുള്ള എതിർ ഭാഗത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലാണ് ദൗത്യ സംഘാംഗങ്ങളും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരടക്കം പ്രദേശവാസികളും കൂടി ഉള്ളത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നു. നിലവിൽ, അതായത് രാവിലെ 9:20 ഇടിഞ്ഞു വീണ പാറക്കഷ്ണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ പാറക്കഷ്ണങ്ങൾ പുറത്തേക്ക് വീണിട്ടില്ല എന്നുള്ളത് ദൗത്യത്തിന് നേരിയ തോതിലുള്ള ആശ്വാസം പകരുന്നുണ്ട്. അപ്പോഴും പൂർണ്ണമായി അപകടരഹിതമായ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. എന്തായാലും ശ്രദ്ധാപൂർവമുള്ള
ദൗത്യം ഏറെക്കുറെ അരമണിക്കൂർ സമയം പിന്നിടുകയാണ്. അടുത്ത അരമണിക്കൂർ സമയത്തിനുള്ളിൽ നല്ല ഫലം ഈ ദൗത്യത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്ന ആളിലേക്ക് എത്തിച്ചേരാൻ അധിക സമയം വേണ്ടി വരികയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ശ്രീ കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട പയ്യനാമണ്ണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും NDRF സംഘവും സംയുക്തമായാണ് ഇപ്പോൾ ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡ് സ്വദേശിയായ അജയ് റായ് ആ എക്സ്കവേറ്ററിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഈ ദൃശ്യങ്ങൾ ഈ അപകട സ്ഥലത്തേക്ക്, രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. വലിയ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ അവിടെ നിന്ന് ഈ എക്സ്കവേറ്ററിന് മുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നേരത്തെ പാറ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടുവന്ന സമയത്ത് പാറ വീണ്ടും ഇടിയുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ മറ്റൊരു പ്ലാൻ രൂപീകരിച്ചത്. ഇപ്പോൾ വലിയ ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ള വലിയ വലിയ പാറകഷ്ണങ്ങളൊക്കെ മാറ്റി നമുക്ക് കൂടുതൽ ആ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്റർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങി ഡ്രൈവേഴ്സ് ക്യാബിനിൽ അജയ് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. എന്തായാലും രാത്രി വൈകിയും എത്ര രാത്രി ആയാലും ശരി രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്ന വിവരം.